തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. 40 വയസ്സുള്ള ബിജു എന്നയാളാണ് കൊല്ലപ്പെട്ടത്. എന്താണ് കൊലപാതകത്തിനുള്ള കാരണം എന്നൊക്കെയുള്ളത് പുറത്തു വന്നിട്ടില്ല. കുമാർ എന്നയാളാണ് കൊലപ്പെടുത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇരുവരും സുഹൃത്തുക്കളാണ് എന്നതാണ്. അലക്സ് റാം മുഹമ്മദ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അലക്സ്, കുമാറിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എന്താണ് കാരണം എന്നൊക്കെയുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ലേ? അനുജ, പ്രതിയെ പിടികൂടിയിട്ടില്ല. 6 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ബാലരാമപുരത്താണ്. ബാലരാമപുരം ആലുവിളയിലാണ് ഈ സംഭവം. ഈ രണ്ടുപേരും, അതായത് ബിജുവും, കൊല്ലപ്പെട്ട ബിജുവും ഈ കൊലപ്പെടുത്തിയ കല്ലമ്പലം സ്വദേശി കുമാർ എന്ന വ്യക്തിയും സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോലീസും അത് പറയുന്നുണ്ട്. പക്ഷേ ഈ കാരണം എന്താണെന്ന് വ്യക്തമല്ല. 6 മണിയോടെ ഈ ആലുവിള കരിമ്പിലാവിള വീട്ടിലേക്ക് എത്തി ഈ കുമാർ എന്നയാൾ ബിജുവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയതിനു ശേഷം വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും, നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. 40 വയസ്സാണ് ബിജുവിന്. ഈ ഈ കൊലപാതക കാരണം എന്താണെന്ന് വ്യക്തമല്ല. കാരണം പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല പോലീസിന്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായി ബാലരാമപുരം പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി, സുഹൃത്താണ് കുത്തിക്കൊലപ്പെടുത്തി, വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. ആലുവിള സ്വദേശി ബിജു എന്നയാളാണ് മരിച്ചത്. കൊലപാതകം നടത്തിയത് കുമാർ എന്നയാളാണ്, സുഹൃത്താണ്. എന്താണ് കാരണം എന്നൊക്കെയുള്ളത് ഈ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് തുടരുന്നു.